എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. അപ്പം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് കണ്ടു. അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്നു, ഇഷ്ടപ്പെടുന്നു, നമ്മുടെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ എന്താ പറയുക, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച ക്ലാസ്സിൻ്റെ, അതായത് പെയിൻറ്റിൻ്റെ ബാക്കി ക്ലാസ്സാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. അപ്പോൾ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ചെയ്ത് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു MS Paint എന്ന് പറയുന്നത്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചതിന്റെ ബാക്കി, അതായത് MS Paintന്റെ ബാക്കി കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ ക്ലാസ് കണ്ട എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണും എങ്ങനെയാണ് MS Paint ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം അതിനകത്തുള്ള കാര്യങ്ങളും ഒക്കെ ഇന്നലത്തെ ക്ലാസ്സോട് കൂടി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ ഇന്ന് അതിന്റെ ബാക്കിയാണ് പറയുന്നത്. അപ്പൊ ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ MS Paint നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. പുതിയതായിട്ട് ആരെങ്കിലും ഇന്ന് നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അവർക്കൂടെ അത് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പൊ നമുക്ക് ഏതൊരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യണമെങ്കിലും ആ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് സ്റ്റാർട്ട് ബട്ടണിലൂടെയാണെന്ന് പറഞ്ഞു. നമ്മുടെ പഴയ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ പ്രോഗ്രാംസും നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ ഇരിക്കുന്നത് ഈ ഒരു സ്റ്റാർട്ട് ബട്ടണിലാണ്. അപ്പൊ സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറഞ്ഞാല് ഇതിപ്പോ Windows 11 ആയതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഇതിന്റെ പേരാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന്. അപ്പൊ നമുക്ക് പേരറിയത്തില്ലെങ്കിലും ജസ്റ്റ് അതിലോട്ട് മൗസ് കൊണ്ടുവെക്കുമ്പം പേര് ഷോ ചെയ്ത് കാണിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ ടൂൾസിനെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അറിയത്തില്ല എങ്കിൽ അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിലോട്ട് മൗസ് വെച്ചപ്പോ തന്നെ അതിന്റെ പേര് ഷോ ചെയ്ത് കാണിച്ചു, സ്റ്റാർട്ട്. അപ്പൊ അതിന്റെ പേര് സ്റ്റാർട്ട് ബട്ടൺ എന്നാണ്. അപ്പൊ ഇനി നമുക്ക് MS Paint അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം ആയിക്കോട്ടെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യാം. അതായത് നമ്മുടെ ഈ ഒരു ഡെസ്ക്ടോപ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് MS Paint ഇല്ല, പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ MS Paint ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് ആക്സസ് ചെയ്യാനാണ്, അതായത് ഈ കാണുന്ന ഡെസ്ക്ടോപ്പിൽ ഇല്ല എങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് ബട്ടണിൽ നിന്നാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ മൗസ് നമ്മൾ അതിലോട്ട് വെച്ചു, ആ ഒരു സ്റ്റാർട്ട് ബട്ടന്റെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്യുക ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ പെയിന്റ് എന്നങ്ങ് ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ഏത് പ്രോഗ്രാം ആണോ വേണ്ടത് ജസ്റ്റ് അതിന്റെ പേര് നമ്മളങ്ങ് ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പൊ പേര് ചെയ്തപ്പോ തന്നെ നമ്മൾ ഇവിടെ പെയിന്റ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മൾ സെർച്ച് ചെയ്ത പ്രോഗ്രാം ഇവിടെ വന്നു. ഇനിയിപ്പോ ആ ഒരു പെയിന്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഈ പെയിന്റ് എന്നുള്ളതിന്റെ എവിടെങ്കിലും, ഇത്രയും പോർഷൻ ആണ് ഈ ഒരു പെയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പെയിന്റിന്റെ ആ ഒരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇന്നിപ്പോ അതിന്റെ ബാക്കി കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഫയൽ മെനുവിനെ പറ്റിയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ നമ്മൾ ഓടിച്ച് പറഞ്ഞു പോയിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ അതിനകത്തെ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ക്ലാസ്സുകളെല്ലാം അങ്ങനെ തന്നെയാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അല്ലാതെ കുറെ കാര്യങ്ങൾ വാരി വലിച്ചൊന്നും നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നില്ല. നമ്മൾ കുറച്ച് കാര്യമേ പഠിക്കുന്നുള്ളൂ എങ്കിലും അത് നല്ല നീറ്റായിട്ട് പഠിക്കുക. അതുകൊണ്ടാണ് ഈ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഫയൽ മെനുവിനെ പറ്റി മാത്രമാണ് പറയാൻ പോകുന്നത്. അതായത് ഈ ഫയൽ മെനുവിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഈ ഫയൽ എന്നുള്ളതിന്റെ എവിടെയെങ്കിലും മൗസ് കൊണ്ടുവെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ മെനു ഓപ്പൺ ആയി വരും. അപ്പൊ ഈ ഒരു ഫയൽ മെനുവിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ തുടക്കക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല അതെന്താന്ന്. അപ്പൊ അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഏതൊരു സോഫ്റ്റ്വെയർ എടുത്താലും അതിനകത്ത് ഈ ഒരു ഫയൽ മെനു ചില ഇതിലൊക്കെ കാണാം, ചിലതിൽ ഫയലിന് പകരം വേറെ ഏതൊക്കെ ആയിരിക്കാം. ഇനി ഏതൊരു സോഫ്റ്റ്വെയറിൽ ഈ ഫയൽ ഉണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഏകദേശം സെയിം ആയിരിക്കും. ചിലപ്പോൾ അതിന്റെ കൂടെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കുവാണെങ്കിൽ ഫയൽ മെനുവിലെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ന്യൂ എന്നാണ്. അപ്പൊ ന്യൂ എന്ന് പറഞ്ഞാല് നമുക്ക് അറിയാം, ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയത് അല്ലെ, അല്ലെങ്കിൽ പുതിയ ഒരു വർക്ക്
ചെയ്യാനുള്ള പുതിയൊരു ക്യാൻവാസ് എടുക്കാനാണ് ഈ ഒരു ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഇവിടെ ഈ ഒരു പേജിൽ നമ്മൾ കുറച്ച് ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വരച്ചതിന് ശേഷം നമുക്ക് അടുത്ത പുതിയൊരു പേജ് വേണമെന്ന് തോന്നി. അപ്പൊ നമുക്ക് അങ്ങനെ പുതിയ പേജ് എടുക്കണമെങ്കിൽ ജസ്റ്റ് നമ്മളിങ്ങനെ മൗസ് ഈ ഒരു ഫയൽ മെനുവിൽ കൊണ്ടുവച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ഫയൽ മെനു ഓപ്പൺ ആയി വന്നു. ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയൊരു ഫയൽ വേണം, പുതിയൊരു പേജ് വേണം. അപ്പൊ പുതിയൊരു പേജ് എടുക്കാൻ വേണ്ടി ഈ ഒരു ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ ന്യൂ എന്ന് പറഞ്ഞാല് ഇവിടെ മുതൽ ഇത്രയും ഉണ്ട് ന്യൂ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ഇങ്ങനെ മൗസ് വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡു യു വാണ്ട് ടു സേവ് യുവർ വർക്ക്, അതായത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനെ നമുക്ക് സേവ് ചെയ്യണോ അതോ ചെയ്യണ്ടായോ. അപ്പൊ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇതിൽ ഈ സേവ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. നമുക്ക് സേവ് ചെയ്യണ്ട എങ്കിൽ ഡോണ്ട് സേവ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇനി നമ്മളിപ്പോ അറിയാതെ നമ്മുടെ കൈതട്ടിയാണ് ഈ ഒരു പേജ് വന്നത്. അപ്പൊ ഇതിനെ ക്യാൻസൽ ചെയ്ത് കളയണമെങ്കിൽ ഇവിടെയുള്ള ക്യാൻസൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് ഓപ്ഷൻ ആണോ വേണ്ടത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് സേവ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡോണ്ട് സേവ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഡോണ്ട് സേവ് സെലക്ട് ചെയ്തപ്പോ തന്നെ പുതിയൊരു ക്യാൻവാസ് അവിടെ വന്നു. അപ്പൊ നമുക്ക് പുതിയതായിട്ട് വർക്ക് ചെയ്യാൻ ഒരു ക്യാൻവാസ് എടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഫയൽ മെനുവിൽ നിന്നും ന്യൂ സെലക്ട് ചെയ്യുക. അപ്പൊ ന്യൂവിനൊരു ഷോർട്ട് കട്ട് കൂടെ ഉണ്ട്, അതാണ് കൺട്രോൾ പ്ലസ് എൻ. അപ്പൊ നമുക്ക് കീബോർഡ് നോക്കുവാണെങ്കിൽ കീബോർഡില് CTRL എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്, അതുപോലെ തന്നെ ആൽഫബറ്റ് N. അപ്പൊ ഇതാ നമ്മുടെ കീബോർഡ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് CTRL, അപ്പൊ ഇതാണ് കൺട്രോൾ എന്ന് പറയുന്ന കീ. അപ്പൊ ഈ CTRL കീയും അതുപോലെ ആൽഫബറ്റ് N-ഉം പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് പുതിയൊരു പേജ്, അതായത് പുതിയൊരു ക്യാൻവാസ് വിസിബിൾ ആയിട്ട് വരും. അപ്പം ഒന്നുകിൽ നമുക്ക് ഈ ഒരു ഫയൽ മെനുവിൽ നിന്ന് ന്യൂ എടുക്കാം, അല്ലെങ്കിൽ കീബോർഡിലെ കൺട്രോൾ പ്ലസ് N, അതായത് ഒരു ഫിംഗർ കൊണ്ട് കൺട്രോളും അടുത്ത ഫിംഗർ കൊണ്ട് N-ഉം പ്രസ് ചെയ്യണം. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു പേജ് വരും. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഓപ്പൺ ആണ്. അപ്പൊ ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഒരു ഫയലിനെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതിനകത്തോട്ട് കൊണ്ടുവരാനാണ് ഈ ഒരു ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിപ്പോ നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്താലും, MS വേർഡ് ആണെങ്കിലും MS പെയിന്റ് ആണെങ്കിലും എക്സൽ ആണെങ്കിലും അല്ലെങ്കിൽ പവർ പോയിന്റ് ആണെങ്കിലും എല്ലാം അവിടെ എല്ലാം നമ്മൾ ഈ ഒരു ന്യൂ ആണെങ്കിലും ഓപ്പൺ ആണെങ്കിലും സെയിം കാര്യത്തിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പോകുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ ആ ഒരു എല്ലാ ഫോൾഡറും ഉള്ള ഒരു പേജിലോട്ടാണ്. അപ്പൊ നമ്മുടെ പിക്ചർ എവിടാണോ കിടക്കുന്നത്, ഗാലറി ആണെങ്കിൽ ഗാലറി, അല്ലെങ്കിൽ ഡൗൺലോഡ്സ് ആണെങ്കിൽ ഡൗൺലോഡ്സ്. അപ്പൊ ഇതിൽ ഓരോന്നും ഇങ്ങനെ ജസ്റ്റ് കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ പിക്ചർ എവിടാണോ കിടക്കുന്നത് അത് വിസിബിൾ ആയി വരും. അപ്പൊ നമ്മുടെ പിക്ചർ കിടക്കുന്നത് ഈ ഒരു പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ ഇങ്ങനെ പിക്ചേഴ്സ് എന്നുള്ളതിൽ മൗസ് വെച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തപ്പോ തന്നെ ആ പിക്ചേഴ്സിലുള്ള പിക്ചറുകളെല്ലാം നമുക്ക് ഇവിടെ വിസിബിൾ ആയി. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ ഒന്ന് സെലക്ട് ചെയ്തിട്ട്, സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർത്തോണം, ജസ്റ്റ് ഇങ്ങനെ അതേലോട്ട് കൊണ്ടുവച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. ഇനി നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു പർട്ടിക്കുലർ പിക്ചർ MS പെയിന്റിൽ ഓപ്പൺ ആയി വന്നു. അപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഫയൽ മെനു സെലക്ട് ചെയ്യുക, അതിൽ നിന്നും ഓപ്പൺ സെലക്ട് ചെയ്യുക. ഓപ്പൺ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇതിൽ നമ്മുടെ പിക്ചർ, അതായത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ ഈ കാണുന്ന ഏത് ഫോൾഡറിലാണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. അവിടുന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റൂ. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഈ ഒരു ഹോമിലാണ് കിടക്കുന്നത്, അപ്പൊ നമുക്ക് അവിടെ പിക്ചേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ സിസ്റ്റത്തോട് പറഞ്ഞു കൊടുക്കണം, നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചർ ഈ ഒരു പിക്ചേഴ്സ് എന്ന ഫോൾഡറിലാണ്. സോ ആ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യണം. അപ്പൊ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അതേലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു പിക്ചേഴ്സിലുള്ള ചിത്രങ്ങൾ മൊത്തം നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഏതാണോ ഓപ്പൺ ചെയ്യേണ്ടത് അതിനെ നമ്മൾ സെലക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുക.
ജസ്റ്റ് ഞാൻ ഇതിലൊരു പിക്ചർ സെലക്ട് ചെയ്തു. എനിക്ക് ഈ ഒരു പിക്ചറിനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പൊ അതിനെ നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർത്തോണം, ജസ്റ്റ് അതിലോട്ട് മൗസ് കൊണ്ടുവച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. ഇനിയിപ്പോ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അതിനു വേണ്ടിയാണ് ഈ ഓപ്പൺ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ സെലക്ട് ചെയ്ത ആ പിക്ചർ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യാൻ ഒരു ഷോർട്ട് കട്ട് കൂടെ ഉണ്ട്, അതായത് Ctrl+O. നമുക്ക് കീബോർഡ് നോക്കുവാണെങ്കിൽ കീബോർഡില് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ ഒരു കൺട്രോൾ കീയും അതുപോലെ തന്നെ ആൽഫബറ്റ് O, ഈ രണ്ട് കീയും ഒരേപോലെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയി വരും. അപ്പൊ അത് എളുപ്പമുള്ള ഒരു ഷോർട്ട് കട്ടാണ്. ഈ ഒരു കാര്യം എല്ലാ സോഫ്റ്റ്വെയറിലും സെയിം ആണ്. ഇനിയിപ്പോ നമുക്ക് ഫയൽ മെനുവിലെ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം, അതായത് ഇമ്പോർട്ട് ടു ക്യാൻവാസ്. അതായത് ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാലും സിസ്റ്റത്തിൽ കിടക്കുന്ന ഒരു ഫയലിനെ നമുക്ക് നമ്മുടെ ഈ ഒരു പേജിലോട്ട് കൊണ്ടുവരിക. അപ്പൊ ഇമ്പോർട്ട് ടു ക്യാൻവാസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിവിടെ ഫ്രം എ ഫയൽ എന്ന് കണ്ടു. അപ്പൊ നമ്മൾ ഫ്രം എ ഫയൽ എന്നുള്ളതും നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് മറ്റ് പിക്ചേഴ്സിനെ ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ്, എവിടാണോ നമ്മുടെ ഫയല് അതിൽ നിന്നും പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക, പിക്ചർ അവിടെ ഓപ്പൺ ആയി വരും. അപ്പൊ ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാലും ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാലും രണ്ട് സെയിം ആണ്. അപ്പൊ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ രണ്ടാമത് ചെയ്ത ആ ഒരു പിക്ചറും ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കുവാണെങ്കിൽ റീസെന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ആ ആക്ടിവിറ്റികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഈ MS Paint ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ കൊണ്ടുവന്ന പിക്ചറുകളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ എല്ലാ സോഫ്റ്റ്വെയറിലും വേർഡ് ആണെങ്കിലും എക്സൽ ആണെങ്കിലും പവർ പോയിന്റ് ആണെങ്കിലും റീസെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത വർക്ക്, റീസെന്റ് ആയിട്ട് ചെയ്ത വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മുടെ പെയിന്റിന്റെ ഈ ഒരു ഫയൽ മെനുവിലെ കാര്യങ്ങളൊക്കെയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വേണേ പെട്ടെന്ന് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം. ഈ ഒരു ന്യൂ, അതായത് ഫയൽ മെനുവിലെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. നമുക്കൊരു പുതിയ വർക്ക് ചെയ്യാനുള്ള ഈ വൈറ്റ് സ്പേസ് പോലെ കാണുന്ന പുതിയൊരു ക്യാൻവാസ് നമുക്ക് എടുക്കണമെങ്കിൽ ഈ ന്യൂ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് കട്ടാണ് Ctrl+N. അപ്പൊ ഡയറക്റ്റ് കീബോർഡിലെ കൺട്രോളും എന്നും കൂടെ പ്രസ് ചെയ്താലും നമുക്ക് പുതിയ പേജ് വരും, അല്ലെങ്കിൽ ന്യൂ എന്നുള്ളത് സെലക്ട് ചെയ്താലും പുതിയ പേജ് വരും. ഇനി ഓപ്പൺ എന്ന് പറഞ്ഞാല് നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന ഒരു ഫയലിനെ, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫയലിനെ ഓപ്പൺ ചെയ്ത് പെയിന്റിനകത്തോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ അതിന് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫയല് ഓപ്പൺ, ഈ ഒരു പേജിൽ നിന്നും നമ്മുടെ ഫയൽ എവിടാണോ കിടക്കുന്നത് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക, അതിൽ നിന്നും ഫയൽ സെലക്ട് ചെയ്യുക, ദെൻ ഓപ്പൺ. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പിക്ചർ ഇവിടെ ഓപ്പൺ ആയി വരും. അപ്പൊ ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കൊണ്ട്, അതായത് Ctrl+O. ഈ ഒരു Ctrl+O ചെയ്താലും നമുക്ക് ഡയറക്റ്റ് ആ ഒരു ഓപ്പൺ ചെയ്യാനുള്ള പേജ് ആയിരിക്കും വരുന്നത്. ഇനി ഇമ്പോർട്ട് ടു ക്യാൻവാസ് എന്ന് പറഞ്ഞാല് ഫ്രം എ ഫയൽ, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും വേണമെങ്കിൽ കൊണ്ടുവരാം. ഫ്രം സ്കാനർ ഓർ ക്യാമറ, നമ്മുടെ സിസ്റ്റവുമായിട്ട് സ്കാനർ അല്ലെങ്കിൽ ക്യാമറ കണക്ട് ചെയ്യുവാണെങ്കിൽ അതിലുള്ള പിക്ചേഴ്സിനെ നമുക്ക് ഇവിടോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതാണ് ഇമ്പോർട്ട് ടു ക്യാൻവാസ് എന്ന് പറയുന്നത്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ളത് കൊണ്ടുവരിക. ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മുടെ സിസ്റ്റവുമായിട്ട് സ്കാനറോ അല്ലെങ്കിൽ ക്യാമറയോ ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഉള്ള പിക്ചറിനെ കൊണ്ടുവരാം, നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫയലിൽ നിന്നും കൊണ്ടുവരാം. അതായത് നേരത്തെ പറഞ്ഞ ഓപ്പൺ ചെയ്ത പോലെ. ഇനി റീസെന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു പെയിന്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ റീസെന്റ് ആയിട്ട് ചെയ്ത വർക്കുകളെല്ലാം ഇവിടെ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജസ്റ്റ് ഏത് ഓപ്പൺ ചെയ്യണമെങ്കിലും, നമ്മുടെ പഴയ വർക്ക് ഏത് ഓപ്പൺ ചെയ്യണമെങ്കിലും ജസ്റ്റ് അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇനിയിപ്പോ സേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയലിനെ സേവ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം. അതിന്റെ ഷോർട്ട് കട്ടാണ് Ctrl+S. ഇനി സേവ് എസ് എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ ഫയലിനെ ഈ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റുകളിലോട്ടൊക്കെ മാറ്റാനായിട്ട് പറ്റും. PNG, JPG, BMP, GIF അങ്ങനെ മറ്റു ഫോർമാറ്റിലോട്ടെല്ലാം മാറ്റാനായിട്ട് പറ്റും. അതിനുള്ള ഓപ്ഷനാണ് ഈ ഒരു സേവ് എസ് എന്ന് പറയുന്നത്.
ഇനി അടുത്തത് പ്രിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റവുമായി പ്രിന്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്രിന്റ് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനാണ് ഈ ഒരു പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ. ഇനി നമുക്ക് സെൻഡ് എന്ന് പറഞ്ഞാല് നമുക്ക് ഡയറക്റ്റ് ഇമെയിൽ വഴി ഈ ഒരു പിക്ചറിനെ, അതായത് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനെ മെയിൽ അയക്കാനാണ് സെൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെറ്റ് ആസ് ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പിക്ചറിനെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതായത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് നമ്മുടെ ഈ ഒരു പിക്ചർ ആക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനുള്ള ഓപ്ഷൻ ആണ് ഈ ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന സെറ്റ് ആസ് ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്. ഇനി ഇമേജ് പ്രോപ്പർട്ടീസ് ഉള്ള നോക്കുകയാണെങ്കിൽ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജിന്റെ റെസൊല്യൂഷൻ എത്രയാണ്, അതിന്റെ യൂണിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇമേജിന്റെ സൈസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാനായിട്ടും പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫയൽ മെനുവിലുള്ളത്. അപ്പൊ എല്ലാവരും സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നൊക്കെ. എല്ലാവരും ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ചെയ്ത് പഠിക്കാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള, അധികം പ്രയാസമൊന്നും ഇല്ലാത്തൊരു സോഫ്റ്റ്വെയർ ആണ് MS Paint എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റം ഒക്കെ ഉള്ളവരൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ എന്നൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.